السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. സഹോദരന്മാരെ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്ന സൂറത്തുൽ മുൽക്കിൽ നിന്നുള്ള ഒന്നാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. എന്താണ് ആ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു പറയാണ്, അള്ളാഹുവിനെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മുൽക്കും രാജാധികാരവും മുഴുവൻ നിയന്ത്രണവും മുഴുവൻ ഭരണവും മുഴുവൻ എല്ലാ അധികാരങ്ങളും എൻ്റെ കയ്യിലാണ്. അള്ളാഹു പറയാണ്, ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം നിയന്ത്രണം, മൊത്തം ഭരണം എൻ്റെ കയ്യിലാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു ആകുന്ന ഞാൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഞാൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് നടപ്പിൽ വരുത്താൻ എനിക്ക് കഴിയും. അതിനെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. അതിന് എനിക്ക് ആരെയും ആശ്രയിക്കേണ്ടതുമില്ല, ആരോടും അഭിപ്രായം ചോദിക്കേണ്ടതുമില്ല, ഒരു മുൻ പ്ലാൻ ആവശ്യമില്ല. എല്ലാം ഞാൻ എന്തുദ്ദേശിക്കുന്നുവോ അതെനിക്ക് ചെയ്യാൻ കഴിയും. ബിയദിഹി അൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ കഴിയും. എന്നിട്ട് അല്ലാഹു പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത, എന്തിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. എന്താണ് പരീക്ഷ? അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് നല്ല അമലുകൾ ചെയ്യുന്ന ആളുകൾ? അമലു സ്വാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് ആരാണ് എന്നിലേക്ക് തിരിച്ചു വരുന്നവർ? അത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ അവിടെ പോയിട്ട് നന്മകളാണോ തിന്മകളാണോ ചെയ്യുന്നത്? അങ്ങനെ ആരാണ് എന്നിലേക്ക് നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് വരുന്നത്, ആരൊക്കെയാണ് തിന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് വരുന്നത് എന്ന് പരീക്ഷിച്ചു നോക്കുവാൻ വേണ്ടിയാണ്. അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു ആകുന്ന ഞാൻ ഏറ്റവും പുറത്തു തരുന്നവനാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനാണ്. അക്കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുക. നാം ഇവിടെ നിന്ന് ചെയ്യുന്ന ഓരോ നന്മകൾക്കും തിന്മകൾക്കും അല്ലാഹു പ്രതിഫലം തരും. ആ നന്മകളാണുള്ളെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം, തിന്മയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിഫലം. അല്ലാഹു നമ്മുടെ മീസാനിൽ നന്മകൾ ഏറ്റി തരുമാറാകട്ടെ. സഹോദരന്മാരെ, അതുകൊണ്ട് നാം നന്മകൾ അധികരിപ്പിക്കുക. മനുഷ്യന്റെ ജീവിതം ഇവരെ വളരെ ചുരുങ്ങിയതാണ്. 60-70 കൊല്ലമാണ് ഇവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ മാക്സിമം പോയാൽ 100 കൊല്ലം എന്ന് സങ്കല്പിച്ചോളൂ. അതിനപ്പുറം പോകുന്നവർ വളരെ വിരളമാണ്. 100 കൊല്ലം ജീവിച്ചാൽ തന്നെ അതിന് ശേഷം മരണമാണ്. 100 കൊല്ലമൊന്നും ഇപ്പോൾ തികയുന്നില്ല. 60 അഅ്മാർ ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ലേ? എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ്, അഅ്മാർ ഉമ്മത്തി,
എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ്, എൻ്റെ സമുദായത്തിൻ്റെ വയസ്സ് മാബൈന സിത്തീന വസബഈൻ 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. ഒരു പക്ഷേ അതിന് മുമ്പ് പോകാം, 60-ന് മുമ്പ് പോകാം, അല്ലെങ്കിൽ 70-ന് ശേഷം പോകാം. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെയാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടുത്തെ ജീവിതം വളരെ ചുരുങ്ങിയതാണ്. ഈ ഭൗതികമായ ജീവിതം നശ്വരമാണ്. ഈ നശ്വരമായ ലോകത്ത് നിന്നും അനശ്വരമായ ലോകത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഈ ലോകത്ത് നിന്നും ശാശ്വതമായ മറ്റൊരു ലോകത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അവിടെയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ആ ജീവിതത്തിന് അറ്റമില്ല. ആ ജീവിതം കാലാകാലവും ഉള്ളതാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് വിജയിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് വേണ്ട അമലു സ്വാലിഹാത്തുകൾ നാം ഇവിടെ നിന്ന് തയ്യാറാക്കി കൊണ്ടുപോകണം. അമലു സ്വാലിഹാത്തുകൾ, സൽപ്രവർത്തനങ്ങൾ അധികരിപ്പിക്കണം. തെറ്റുകൾ സംഭവിച്ചു പോകും. അങ്ങനെ സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ നാം ഇസ്തിഗ്ഫാർ നടത്തണം. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. അള്ളാഹു പൊറുക്കുന്നവനാണ്, അവൻ ഗഫാറാണ്, റഹീമാണ് എന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നന്മകൾ അധികരിപ്പിക്കുക. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ചെയ്യുക. അള്ളാഹു നമ്മോട് കൽപ്പിച്ച നിർബന്ധമായ കാര്യങ്ങൾക്ക് പുറമേ, അത് നിർബന്ധമാണ്, അത് നമുക്ക് വിട്ടുവീഴ്ചയില്ല. ഫർളായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ അതും നാം ചെയ്യാൻ പാടില്ല. അതിന് പുറമെ എന്തൊക്കെ നന്മ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക. സൂറത്തുൽ ഖുർആൻ ഓതാനാണ് ഒരാൾക്ക് കഴിയുന്നതെങ്കിൽ അത് ഓതുക. സ്വതക്ക കൊടുക്കാനാണ് ഒരാൾക്ക് കഴിയുന്നതെങ്കിൽ അത് ചെയ്യുക. സ്വലാത്ത് അധികരിപ്പിക്കാനാണ് കഴിയുന്നതെങ്കിൽ അത് ചെയ്യുക. ഉംറക്ക് പോകാനാണെങ്കിൽ അത് ചെയ്യുക. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, സ്വതക്ക കൊടുക്കുക, അതിനാണ് കഴിയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. രോഗികളെ സന്ദർശിക്കുക, സാമൂഹ്യ സേവനം ചെയ്യുക. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾ അവനാണ് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. അത് നാം ഓരോരുത്തരും കണ്ടുപിടിക്കുക. ഇനി ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വീട്ടിലുള്ള ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുത്താൽ പോലും നമുക്കതിൽ കൂലിയുണ്ട്. നമ്മുടെ വീട്ടിൽ നാം വളർത്തുന്ന പൂച്ച, നായ തുടങ്ങിയ ജീവികൾക്ക് നാം ഭക്ഷണം കൊടുത്താൽ പോലും അതിൽ നമുക്ക് കൂലിയുണ്ട്. പ്രവാചകൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് അങ്ങനെയുള്ള ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അതാ അദ്ദേഹത്തിന് ഭയങ്കരമായ ദാഹം പിടിപെട്ടു. ദാഹിച്ച് വലഞ്ഞു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഒരു കിണർ കാണുകയും ആ കിണറ്റിലേക്ക് ഇറങ്ങുകയും ചെയ്തു വെള്ളം കുടിക്കാൻ വേണ്ടി. അന്ന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹം ആ കിണറ്റിലേക്ക് ഇറങ്ങുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. അങ്ങനെ പുറത്തു വന്ന് നോക്കുമ്പോൾ അതാ ഒരു നാവ് പുറത്തിട്ടുകൊണ്ട് കിതച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? ലഖദ് ബലഗ ഹാദൽ കൽബി മിനൽ അത്ശി മിസ്ലുല്ലദീ കാന ബലഗ ബീ. എനിക്ക് ദാഹിച്ചതുപോലെ ഈ നായക്കും ദാഹിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹം വീണ്ടും ആ കിണറിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം, അന്ന് പാത്രമില്ല, മറ്റൊന്നും തന്നെ ഇല്ല. അദ്ദേഹം തൻ്റെ ഷൂ അഴിച്ചെടുത്തു, എന്നിട്ട് അതിൽ വെള്ളം നിറച്ചു. അങ്ങനെ ആ ഷൂ വായ കൊണ്ട് കടിച്ചു പിടിച്ചു മുകളിലേക്ക് കയറി വന്നു. ആ നായയുടെ വായിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് കാരണം നിങ്ങൾക്കറിയുമോ? ഫശക്കറല്ലാഹു ലഹു ഫഗഫറ ലഹു. അല്ലാഹു അദ്ദേഹത്തിന്റെ മുഴുവൻ ദോഷങ്ങളും പുറത്തു കൊടുത്തു. ഈ സംഭവം കേട്ടപ്പോൾ സഹാബാക്കൾ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, വഇന്ന ലനാ ഫിൽ ബഹായിമി അജ്റാ, ഇതുപോലെയുള്ള മൃഗങ്ങൾക്ക് കൊടുത്താൽ ഞങ്ങൾക്ക് കൂലി കിട്ടുമോ നബിയേ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നഅം ഫീ കുല്ലി കബ്ദി റതബത്തിൻ അജ്റാ. ഏതൊരു ജീവിക്ക് നിങ്ങൾ കൊടുത്താലും നിങ്ങൾക്കതിൽ കൂലിയുണ്ട്. ഏത് ജീവിക്ക്, പൂച്ചക്ക് കൊടുത്താൽ, പട്ടിക്ക് കൊടുത്താൽ,
അങ്ങനെ ഏതൊരു ജീവിക്ക് കൊടുത്താലും നിങ്ങൾക്കതിൽ കൂലിയുണ്ട്. മനുഷ്യന് കൊടുത്താലും കൂലിയുണ്ട്. ജീവനുണ്ടോ എന്നുള്ളതാണ് പ്രാധാന്യം. അവിടെ ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല. ജീവനുള്ള ഏതൊരു ജീവിക്ക് കൊടുത്താലും അതിൽ കൂലിയുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നന്മകൾ അധികരിപ്പിക്കുക, നന്മകൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗം നമുക്കെല്ലാവർക്കും അല്ലാഹു തരുമാറാകട്ടെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾ പാപങ്ങളാണ് അല്ലാ, ഞങ്ങൾ പാപികളാണ് അല്ലാ, ഞങ്ങൾ പാപികളാണ് അല്ലാ. ഒരുപാട് തെറ്റുകൾ, ദോഷങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലാ. ആ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണം അല്ലാ. നീ അല്ലാതെ ആരാണ് ഞങ്ങൾക്ക് പുറത്തു തരാനുള്ളത് അല്ലാ? അല്ലാഹുവേ, നീ ഗഫ്ഫാറാണല്ലോ അല്ലാ, നീ റഹ്മാനാണല്ലോ അല്ലാ, നീ റഹീമാണല്ലോ അല്ലാ. ഞങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും നീ പുറത്തു തരണം അല്ലാ. മഹാനായ ഇമാം ശാഫി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലൻ വലാ ഖവാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ ദോഷങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണം അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നീ പുറത്തു കൊടുക്കണം അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر